Hello friends, welcome to our channel. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാനോ അതുപോലെ തന്നെ അൺബോക്സിംഗ് ആളൊക്കെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റോഡിന്റെ പുതിയൊരു മൈക്കാണ്. റോഡ് വയർലെസ് മീ എന്ന് പറഞ്ഞൊരു മോഡലാണ്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ റോഡ് വയർലെസ് ഗോ ഒക്കെ കണ്ടിരിക്കും. റോഡ് വയർലെസ് ഗോ 2 ഒക്കെ നിങ്ങൾ കണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ വയർലെസ് മൈക്ക് സെക്ഷനിൽ ഒരു കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ റീസെന്റ് നമ്മൾ കുറേ ബ്രാൻഡുകൾ നമ്മളിതിൽ പരിചയപ്പെടുന്നുണ്ട്. എൻ്റെ ഓൾറെഡി സിൻകോന്റെ മൈക്ക് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ റീസെന്റ് നമ്മൾ 𝗁𝐿 ഈ മൈക്ക് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോയന്റെ വയർലെസ് മൈക്കും ഉണ്ട്. അപ്പോൾ സിൻകോന്റെ ആ ഒരു മൈക്ക് ഞാൻ ഓൾറെഡി സെല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ അത് ഓൾമോസ്റ്റ് നമ്മുടെ റോഡ് ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ റോഡിന്റെ പുതിയ മോഡൽ വയർലെസ് മീ എന്ന് പറഞ്ഞൊരു പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ട്രാൻസ്മിറ്ററും ഒരു എന്താ പറയാ റിസീവർ ഉള്ള മോഡലാണ്. നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് വയർലെസ് ഗോകൾ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇത് സപ്പോർട്ടറാണ്. ഇതിന്റെ റിസീവർ നമുക്ക് വയർലെസ് ഗോയിലും വേണമെങ്കിൽ ട്രാൻസ്മിറ്ററായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മെച്ചതിനുണ്ട്. ഇത് 2023 മോഡലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോക്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇവർക്ക് കുറച്ചും കൂടി ബോക്സും ഡീറ്റെയിൽസ് കുറച്ചും കൂടി മെച്ചപ്പെടുത്തായിരുന്നു. അതുപോലെ ഒരു പൗച്ചും കാര്യങ്ങളൊക്കെ തരികയാണെങ്കിൽ നല്ലതാണ്. പൗച്ച് മാത്രമല്ല, നമുക്കിപ്പോൾ 𝗁𝐿 മൈക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കേസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ രണ്ട് ട്രാൻസ്മിറ്ററും ഒരു റിസീവർ വരുന്ന മോഡലാണ്. അപ്പോൾ നമ്മൾ ഒരു ട്രാൻസ്മിറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ചാർജിങ്ങിന്റെ ഒരു ഇഷ്യൂ ഇല്ല. നമ്മുടെ ആ കേസ് മാത്രം ചാർജ് ചെയ്ത് വെച്ചാൽ മതി. പക്ഷേ വയർലെസ് റോഡിന്റെ നിങ്ങൾക്കറിയാം, റോഡ് എന്ന് പറഞ്ഞ ഒരു ആസ്ട്രേലിയൻ കമ്പനിയാണ്. അപ്പോൾ ഈ 𝗁𝐿 അതുപോലെ തന്നെ ബോയ, സിൻകോ ഇതൊക്കെ ചൈനീസ് ആണ്. അപ്പൊ നമുക്കൊരു ചൈനീസിനെ വിട്ടിട്ട് നമുക്കൊരു ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി മൈക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റോഡ് തന്നെ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഇത് തന്നെ എടുത്തത്. നമ്മള് വയർലെസ്സിന്റെ ഗോന്റെ മോഡൽ വേണ്ട വെച്ചിട്ടാണ് നമ്മൾ പുതിയ മോഡൽ വാങ്ങിച്ചത്. ഇതിന്റെ ഒരു വയർലെസ് ഗോവും വയർലെസ് ഗോ 2 ഇതുപോലെ തന്നെ മീ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതില് നമുക്ക് ഡിസ്പ്ലേ വരുന്നില്ല, അതുപോലെ തന്നെ നമുക്ക് ഇൻബിൽഡ് സ്റ്റോറേജും വരുന്നില്ല. ബാക്കിയൊക്കെ സെയിം ആണ്. പിന്നെ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ഗെയിൻ അസിസ്റ്റന്റ് ഒരു സംഭവം വരുന്നുണ്ട്. അതായത് നമ്മുടെ വോയിസ് ക്ലാരിറ്റി കൂട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു അൽഗോരിതം ബേസ്ഡ് ഒരു ടെക്നോളജിയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ. അപ്പോൾ ഇവരുടെ നിങ്ങൾക്ക് വോയിസ് ക്ലാരിറ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്ക് എല്ലാ കേബിൾസും നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. അതാണ് ഇതിന്റെ വേറെ പ്രത്യേകത വരുന്നത്. നമുക്ക് ഞാൻ എന്തായാലും ഇതിന്റെ ഒരു ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ താഴെ ഇടുന്നുണ്ട്. നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്കൊരു 14,000 to 16,000 റേഞ്ച് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. MRP കൊടുക്കുന്നത് 17,000 രൂപയാണ് കേട്ടോ. പിന്നെ കൺട്രി ഓഫ് ഒറിജിൻ ഓസ്ട്രേലിയയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ ഓസ്ട്രേലിയൻ ബ്രാൻഡാണ്. നമുക്കൊരു റിസീവറും ഒരു ട്രാൻസ്മിറ്ററും കിട്ടുന്നുണ്ട്. നമുക്കൊരു USB-C to ലൈറ്റ്നിങ് കേബിൾ ഇടുന്നുണ്ട്. ഇതിൽ നമുക്കൊരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഐഫോൺസിന് വേണ്ടിയിട്ട് ഇവർ 2 ആപ്സ് ഇറക്കിയിട്ടുണ്ട്. അതായത് ഒരെണ്ണം ഇവരുടെ നോർമൽ ആയിട്ടുള്ള റോഡ് സെൻട്രൽ എന്ന് പറഞ്ഞൊരു ആപ്പ്, നമുക്ക് എല്ലാ കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഐഫോൺസിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതിന്റെ പേരെന്തായിരുന്നു, റോഡ് ക്യാപ്ചർ എന്ന് പറഞ്ഞൊരു മോഡൽ ഒരു ആപ്പ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആരോ വന്നിട്ടുണ്ട്, എനിക്ക് ആമസോൺ എന്ന് പറയുന്നത്. നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാട്ടാ. അപ്പോൾ നമ്മുടെ ആമസോൺ വന്നായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റോഡ് ക്യാപ്ചർ എന്ന് പറഞ്ഞൊരു ഒരു ക്യാമറ ആപ്പ് ഒരു ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഐഫോൺ യൂസേഴ്സിനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ക്യാമറ ആപ്പ് ഞാൻ അതെന്തായാലും അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് അൺബോക്സിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോവാം. അല്ലെങ്കിൽ വെറുതെ ചുമ്മാ പറഞ്ഞാൽ ലേറ്റ് ആവും. നമ്മൾ ഇതിൽ അൺബോക്സിങ്ങിന്റെ സമയത്തൊക്കെ നമുക്ക് പറയാട്ടാ. അപ്പോൾ ഒരു കിടലൻ സംഭവമാണ്. അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ പുതിയതായിട്ട് വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട കേട്ടോ. നമ്മുടെ രണ്ടാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാട്ടാ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും. നിങ്ങൾക്ക് അതിലും മെസ്സേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ നോക്കിയാൽ മതിട്ടാ. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ വയർലെസ് മീന്റെ ബോക്സ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ബോക്സ് ഒന്ന് പരിചയപ്പെടുത്താൻ എന്തായാലും നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാട്ടാ. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത്. അപ്പോൾ വയർലെസ് മീന്റെ ബ്രാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാം. അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമുക്ക് റോഡിന്റെ ലോഗോ ആണ് ഇതുമ്പോൾ വരിക കേട്ടോ. മറ്റേതിലൊക്കെ നമുക്ക് റോഡിന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് റോഡിന് എഴുതിയിട്ടുണ്ട്. റോഡിന്റെ എംബ്ലം നമുക്ക് ഇവിടെ എന്താ പറയാ ലോഗോ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, മൊബൈലിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പറഞ്ഞിട്ട്. ട്രേഡ് മാർക്കിന്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ഓഡിയോ ഒരു ടൈം ഒരു റിസീവറും ഒരു ട്രാൻസ്മിറ്ററിന്റെ പടം കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് കുറച്ച് സ്പെക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2-way ഇന്റർവ്യൂസിന് പറ്റും. ഇതിലെന്താ വെച്ചാൽ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമുക്ക് ഇതിന്റെ ട്രാൻസ്മിറ്ററിൽ നമുക്ക് മൈക്ക് വരുന്നുണ്ട്. അതാണ് ഒരു പ്രത്യേകത വരുന്നത്. നമുക്ക് റിസീവറുമ്പോൾ മാത്രമല്ല മൈക്ക് വരുന്നത്, ഇതിന്റെ ട്രാൻസ്മിറ്ററിന്റെ മൈക്ക് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരാൾ ക്യാമറയിൽ നിൽക്കുന്ന ആൾക്ക് സംസാരിക്കാൻ വേണമെങ്കിൽ പറ്റും. അതായത് നമുക്ക് 2-way കമ്മ്യൂണിക്കേഷൻ നടക്കും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ 2-way ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വർക്ക് വിത്ത് ക്യാമറാസ് ആൻഡ് സ്മാർട്ട് ഫോൺസ് കൊടുത്തിട്ടുണ്ട്. ഫ്രീ റോഡ് വീഡിയോ ആൻഡ് ഓഡിയോ ആപ്സ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചായിരുന്നു നമ്മുടെ ആപ്പിൽ. ആ ക്യാമറ ആപ്പ് നമ്മുടെ ഐഫോണിന് വേണ്ടിയിട്ടൊരു ക്യാമറ ആപ്പ് ഇറക്കിയിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ MRP സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കും, ഇമ്പോർട്ടഡ് ആൻഡ് മാർക്കറ്റഡ് ബൈ ആണ്. മെയ്ഡ് ഇൻ ഓസ്ട്രേലിയ ആണ് സംഭവം. ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. 4 USB-C ഡിവൈസസ് നമുക്ക് അതിന്റെ കേബിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും
ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതിന് സീല് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ സീലൊന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ സീൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കണ്ടൻസ് ഫുൾ എടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ നമുക്കൊരു പൗച്ചാണ് കിട്ടുന്നത്. ആദ്യം തന്നെ ഇവരുടെ പൗച്ചാണ് ഇത്. നമുക്ക് നമ്മുടെ റോഡ് വയർലെസ് കോയിൽ എല്ലാത്തിലും നമുക്ക് കിട്ടുന്ന പൗച്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ സൂം ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് പകരം അവർക്ക് നല്ലൊരു കേസ് എന്താ പറയുക, എന്തിനാണ് അവർ ഇങ്ങനെ പിശുക്കണാവോ, എനിക്കത് മനസ്സിലാവാത്തത്. കോസ്റ്റ് കട്ടിങ് അവർ ഇതിലേക്കാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നല്ലൊരു കേസ് എന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് വയ്ക്കാൻ നല്ല സുഖമാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ നമ്മുടെ ഹോളിലാൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അപ്പോൾ ഹോളിലാൻഡ് ഒരു കേസ് ഉണ്ട്. ഈ സാധനം ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിന് എടുത്ത് എറിഞ്ഞാൽ പോലൊന്നും പറ്റില്ല. നമ്മുടെ കേബിൾസ് ഒക്കെ ഇവിടെ വയ്ക്കാം. നല്ല ക്വാളിറ്റി ഒരു കേസാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ഇപ്പം തൽക്കാലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വേറെ ഞാൻ ഉപയോഗിക്കുന്ന മൈക്കുകളുടെ നമ്മൾ വേറെ വീഡിയോ സെപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത സംഭവങ്ങൾ എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇനി വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ അടുത്ത സംഭവം. ഇതാണ് നമ്മുടെ മെയിൻ ട്രാൻസ്മിറ്ററും എന്താ പറയുക റിസീവറും ഇങ്ങനെ ഒരു സംഭവത്തിൽ അവർ വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് വേറൊരു സെപ്പറേറ്റ് ബോക്സ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് റോഡിൻ്റെ നമ്മുടെ സിൽക്ക ജെൽ വന്നിട്ടുണ്ട്. ഫംഗസും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കും. ഇത് ചെറിയ ഡാമേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അതിൽ നമുക്ക് ഈ സൈഡിലൊക്കെ ചതവും കറവണൊക്കെ വന്നിട്ടുണ്ടോ. കൊറിയറിൻ്റെ കുഴപ്പമാണത്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയുണ്ട് നോക്കി നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഡെഡ് കാറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഡെഡ് കാറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇതിൽ ട്രാൻസ്മിറ്ററും നമുക്ക് ഇതായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കുറേ വയേഴ്സ് ഉണ്ട് കേട്ടോ അതിൽ. സാധാരണ നമ്മുടെ റോഡ് വയർലെസ് കോ വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വയേഴ്സ് ഒന്നും കിട്ടില്ല. നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. അപ്പോൾ ഇതിൽ നമുക്കൊരെല്ലാം പാക്കേജ് തന്നിട്ടുണ്ട്. 2 ഡെഡ് കാറ്റ് ഉണ്ട്. ഞാൻ ഡെഡ് കാറ്റ് അങ്ങനെ ഉപയോഗിക്കാറില്ല. നമ്മളെന്തായാലും പുറത്ത് വീഡിയോ എടുക്കാറില്ലല്ലോ. അപ്പം ഇതിൽ നമുക്ക് ഒരു റോഡിൻ്റെ വയർ നമുക്ക് നമ്മുടെ മൊബൈലിലെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വയർ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാമറാസിന് പറ്റിയ വയർ അതാണ് ഈ ഡിഫറൻസ്, കളർ ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് 2 സ്ഥലത്തും ഒരു കളർ ഡിഫറൻസ് വരുന്നുണ്ട്. അതാണ് ഒരു മെയിൻ നോക്കാനുള്ള അട്രാക്ഷൻ. പിന്നെ നമുക്കൊരു ടൈപ്പ് സി ടു ടൈപ്പ് സി ഒരു കേബിൾ വന്നിട്ടുണ്ട്. ഈ കേബിളിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് വേറെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ റോഡിൻ്റെ ഭയങ്കര വിലയാട്ടാ. കണ്ടു റോഡിൻ്റെ ബ്രാൻഡിങ് കണ്ടു. പിന്നെ നമുക്ക് ഒരു ടൈപ്പ് സി ടു ഒരു ലൈറ്റ്നിങ് കേബിൾ നമുക്ക് ഇടുന്നുണ്ട് കണ്ടോ. ഇത് നമുക്ക് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാം, സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കാം, മൊബൈലിൽ ഉപയോഗിക്കാം, എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വയ്ക്കാം. നമ്മുടെ ട്രാൻസ്മിറ്റർ എടുത്ത് ഇവിടെ വയ്ക്കാം. റിസീവറും എടുത്ത് ഇവിടെ വയ്ക്കാം. ഇനി നമുക്ക് ഇത് കാലിയായി, നമ്മുടെ പെട്ടിയും സംഭവങ്ങളൊക്കെ കാലിയായി. പെട്ടിക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ഇത് വന്നിട്ടുണ്ട്. അത് നമുക്ക് കളയാം. ഞാൻ തൽക്കാലം ഇവിടെ തന്നെ ഒട്ടിച്ച് വയ്ക്കാം. നമ്മുടെ ബോക്സ് തന്നെ വയ്ക്കാം. അതാണ് നമ്മുടെ ട്രാൻസ്മിറ്റർ. ഇത് റിസീവർ കണ്ടു. ചാർജ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഓട്ടോ പെയറിംഗ് ആണ്. നമുക്കിത് ഓൺ ആയി കഴിഞ്ഞാൽ ഓട്ടോ പെയറിംഗ് ആയിക്കോളും. ജസ്റ്റ് ഒരു ഓവർവ്യൂ നോക്കി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ റിസീവർ കണ്ടു. ഇതിൽ നമുക്ക് താഴെയായിട്ട് ഡെഡ് കാറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഭാഗം വന്നിട്ടുണ്ട്. 2 ഇൻഡിക്കേറ്റർ ലൈറ്റ് വന്നിട്ടുണ്ട്. റോഡിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. വയർലെസ് മീൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലിപ്പ് കണ്ടോ, നല്ല ഹാർഡ് ക്ലിപ്പാണ് കേട്ടോ. ക്യാമറമാനൊക്കെയുള്ള അതിൻ്റെ ഇവിടെ പടം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് റിസീവറിൻ്റെ. അതുപോലെ തന്നെ ട്രാൻസ്മിറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ടൈപ്പ് സി പോർട്ട് കൊടുത്തിട്ടുണ്ട്. ചാർജുകൾ അതിനുണ്ടാവുമല്ലോ. ടൈപ്പ് സി പോർട്ട് ഉണ്ട്. ഇവിടെ നമുക്കൊരു മൈക്ക് ഇൻപുട്ടും ഉണ്ട് കേട്ടോ. ഇയർഫോൺ മൈക്കല്ല, ഈ ഇയർഫോണൊക്കെ കുത്താനുള്ളത്. ഇവിടെ നമുക്ക് മൈക്ക് ഇൻപുട്ട് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ലാവലിയൻ മൈക്ക് കുത്താം. ഇവിടെ നമുക്ക് മ്യൂട്ട് അല്ലെങ്കിൽ മ്യൂട്ട് പ്ലസ് അതുപോലെ തന്നെ ഇത് പവർ ഓൺ ബട്ടണും 2 തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പവർ ഓൺ ഇത് നോക്കിയേക്കാം. ഇതിൻ്റെ മുകളിലാണ്, ഇതിൻ്റെ താഴെയാണ്. ഇത് ഓൺ ആയിട്ടുണ്ട്. ഇത് ഓൺ ആക്കാം. ഇതിൽ ചാർജില്ല. ഇത് റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു കണ്ടു. നമുക്ക് ചാർജ് ചെയ്ത് തിരിച്ചു വരാം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരം ചാർജ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തീരെ ചാർജ് ഉണ്ടെന്നല്ല പറഞ്ഞതില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഓരോന്ന് ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ട്രാൻസ്മിറ്റർ ഓൺ ചെയ്തു. ഇനി നമുക്ക് റിസീവർ ഓൺ ചെയ്യാം. ഓരോരുത്തരുടെ താഴെ ഓരോരുത്തരുടെ മുകളിലാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക പവർ ബട്ടൺ വരുന്നത്. അപ്പോൾ 2 ഗ്രീൻ കത്തി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഒരെണ്ണം റെഡ് ആയിരുന്നു കത്തിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൽ ടൈപ്പ് സി കേബിളും അതുപോലെ തന്നെ എന്താ പറയുക ഒരു ടൈപ്പ് എ കേബിളും അല്ലെങ്കിൽ ഒരു ലൈറ്റിംഗ് കേബിളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഐഫോൺസിന് കുറച്ച് ഒരു സ്പെസിഫൈഡ് ആയിട്ട് ഒരു കുറച്ച് ആപ്പും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇതെങ്ങനെ നമുക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്, നമുക്കിതിൽ നമ്മുടെ കണക്ട് ചെയ്യാം. ഇവിടെ ട്രാൻസ്മിറ്റർ റിസീവർ ഇത് നമ്മൾ കുത്തി. ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് ഒന്ന് ഓണാക്കട്ടെ, ഓഫ് ആക്കട്ടെ കേട്ടോ. അപ്പോൾ റോഡ് സെൻട്രൽ എന്ന് പറഞ്ഞൊരു സാധനം കാണുന്നുണ്ടോ. അപ്പോൾ നമുക്ക് റിയൽമി ലിങ്ക് കണ്ട
റോഡ് സെൻട്രൽ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടുണ്ട്. ഇതാണ് ഒരു ആപ്പ് വരുടെ. അപ്പോൾ ഇതിൽ പ്ലീസ് കണക്ട് എ റോഡ് ഡിവൈസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കുത്തി ഇതിൽ ഓൾറെഡി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ടു യൂസ് ദിസ് ഡിവൈസ് വിത്ത് റോഡ് സെൻട്രൽ മൊബൈൽ ഇറ്റ് നീഡ് ടു അപ്ഡേറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ഇസ് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നുണ്ട്. പ്ലീസ് ഡു നോട്ട് അൺപ്ലഗ് എനി ഓഫ് യുവർ ഡിവൈസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അപ്ഡേറ്റും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് കെട്ടത് കാണാം. പെയറിംഗ് പോയിട്ടുണ്ട്, അത് റീബൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ് ഡു നോട്ട് അൺപ്ലഗ് എനി ഓഫ് യുവർ ഡിവൈസ് എന്ന് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ അപ്ഡേറ്റ് കഴിയുന്ന വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നത് വലിയ ടൈം എടുക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ റോഡിൻ്റെ മൈക്കിലൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളിലുള്ള മൈക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റൂട്ടാ. അപ്പോൾ ഇനി അപ്ഡേറ്റ് റിക്വയർന്ന ഒരു വയർലെസ് ട്രാൻസാക്ഷൻ യൂണിറ്റ് വിൽ നോട്ട് ബി യൂസബിൾ അൺടിൽ ദേ ആർ അപ്ഡേറ്റഡ്. പ്ലീസ് കണക്ട് യുവർ ഇനി അടുത്തത് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ റിസീവർ ആണല്ലോ കണക്ട് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ ട്രാൻസ്മിറ്റർ കണക്ട് ചെയ്യണം. അതും നമ്മൾ കണക്ട് ചെയ്തപ്പോൾ അപ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തു. അടുത്ത അതിൻ്റെ അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഫേംവെയർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് സുഖമായിട്ട് നമ്മുടെ മൊബൈലിൽ നിന്നോ നമ്മുടെ ഈ റോഡ് സെൻട്രൽ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ആപ്പ് നമുക്ക് വിൻഡോസിലും മാക്കിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതിൽ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ എടുക്കാം. ഇതാ സംഭവം കഴിഞ്ഞു. അപ്ഡേറ്റ് കംപ്ലീറ്റഡ്, ഡണ്ണ് കൊടുക്കുക. അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്ററാണ് കുത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് അതിൻ്റെ കുറച്ച് സെറ്റിങ്സ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ലൈറ്റ് കുറച്ച് അധികമുള്ള പോലെ ഉണ്ട്. ഞാനൊന്ന് വേണമെങ്കിൽ സൂം ചെയ്യാം. കണ്ടോ? ഇതിൽ നമുക്ക് ഓട്ടോ മോഡിലാണ് കിടക്കുന്നത്. ഗെയിൻ അസിസ്റ്റ്, ബ്രൈറ്റ്നസ് LED-ൻ്റെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡിമ്മും ബ്രൈറ്റ് രണ്ട് മോഡുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്മിറ്ററിൻ്റെ ഉള്ള സെറ്റിങ്സ് വരുന്നത്. അപ്പോൾ നമുക്കിത് വരാം. നമുക്കിത് ഊരിയിട്ട് നമ്മുടെ റിസീവർ കണക്ട് ചെയ്യാം. റിസീവർ ഞാൻ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ എന്താ കണ്ടോ? നമുക്ക് ഓപ്ഷൻസ് കുറച്ച് അധികം വന്നു കണ്ടോ? അപ്പോൾ ഇത് നമുക്ക് രണ്ടിലും കൂടിയുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട് കണ്ടോ? വയർലെസ് മീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷൻസ് കാണിക്കുന്നത് അൺപെയർ, ഇത് പെയറാണ് എടുക്കുന്നത്, പെയറിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പെയർന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഉണ്ട് പെയറിങ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലെവലും കാണിക്കുന്നുണ്ട്. അപ്പോൾ റിസീവറിൽ ബാറ്ററി അത്യാവശ്യം ഉണ്ട്. മറ്റേ ട്രാൻസ്മിറ്ററിൽ നമുക്ക് ഇത് കുറവാണ് കേട്ടോ. അപ്പോൾ പെയർഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വയർലെസ് മീൽ നമുക്കിവിടെ മൈക്ക് ഓഫ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് നമുക്കിവിടെ യെല്ലോ ലൈറ്റ് കത്തുന്നത്. അത് നമ്മൾ ഓൺ ചെയ്താണ്. അതായത് നമുക്ക് ഇത് നമ്മുടെ ഈ ട്രാൻസ്മിറ്ററിൽ നമുക്ക് മൈക്ക് ഉണ്ട്. അതാണ് കേട്ടോ. അത് വേണമെങ്കിൽ ഓഫ് ചെയ്യാം, വേണമെങ്കിൽ ഓൺ ചെയ്യാം. അത് എനിക്ക് തോന്നാൻ നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. മൈക്കിൻ്റെ മുകളിൽ മൈക്ക് ക്യാമറയുടെ മുകളിൽ മൈക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ആകെ ഒരാളുള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഗെയിൻ അസിസ്റ്റ് ഓട്ടോ മോഡിൽ എടുക്കുക തന്നെയാണ് നല്ലത്. മെർജ് മെർജ് തന്നെ എടുക്കുക നല്ലത്. വോളിയം ലെവൽ ഉണ്ട്, അത് നമുക്കൊരു മൈൽഡിൽ അടക്കാം. 3 മോഡ് ഉണ്ട്. നമുക്ക് വോളിയം ലെവലുണ്ട്, ബ്രൈറ്റ്നസ്സും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്മൾ നേരത്തെ കണ്ടതേ സംഭവമാണ്. നമുക്ക് ഈ സെറ്റിങ്സ് ഒക്കെ നമുക്ക് ഈ ആപ്പിൽ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റൂട്ടാ. അതാണ് നമുക്ക് വരുന്ന സ്പെഷ്യാലിറ്റി. പിന്നെ വരുന്ന നമുക്ക് റോഡ് ക്യാപ്ചർ എന്ന് പറഞ്ഞ സംഭവം വരുന്നുണ്ടോ? ഇത് റോഡിൻ്റെ ആപ്പാണ്, ക്യാമറ ആപ്പാണ്. ഉണ്ട് നമുക്ക് നമ്മുടെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വോളിയം കൺട്രോളിൽ കൂടെ കാണാൻ നമുക്ക് ഇവിടെ ക്യാമറയിൽ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഡ്യുവൽ ക്യാമറാസ് മോഡ് നമുക്ക് കിട്ടുന്നുണ്ട്. സ്പ്ലിറ്റ് ഉണ്ടോ, ഓട്ടോമാറ്റിക് ഉണ്ടോ. അതുപോലെ വേണമെങ്കിൽ നമുക്കിത് ചാറ്റ് ഓപ്ഷൻ പോലെ ഇടാം. അതായത് 2 ക്യാമറ ഓൺ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഐഫോണിൻ്റെ ക്യാമറയിൽ നിന്ന് ആ ഫീച്ചർ ഇല്ലല്ലോ, അത് നമുക്ക് ഈ ക്യാമറ ആപ്പ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇനി എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു വോയിസ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ഈ റോഡ് മൈക്കിലേക്ക് സ്വിച്ച് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇതിൽ ചാർജിങ് ഫുള്ളൊന്നും ആയിട്ടില്ല, ചാർജ് കുറവ് തന്നെയാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ റിസീവറിൽ റിസീവറിലല്ല മറ്റേ ഭയങ്കര ചാർജ് കുറവാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോളിയം ഹോളി ലാൻഡ് എന്ന് വരുന്ന മൈക്കിൻ്റെയാണ്. ഇതാ കേട്ടോ, നിങ്ങളിപ്പോൾ എടുത്തപ്പോൾ ഡിഫറൻസ് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മൈക്ക്. ഇനി നമ്മൾ നമ്മുടെ ഈ റോഡിൻ്റെ മൈക്കിലേക്ക് സ്വിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ നമ്മളിത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുവരെ നമ്മൾ ഈ മൈക്കിൽ പറയാൻ പോകണം. ഇനി നമ്മൾ സ്വിച്ച് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ നമ്മൾ റോഡിൻ്റെ മൈക്കിലേക്ക് കുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ റോഡ് മൈക്കിൽ കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, എനിക്ക് മനസ്സിലാവില്ല. നമ്മൾ ഇനി ഇത് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതാ മൈക്ക് കൂടെ നമ്മൾ കേൾക്കുന്നുണ്ടോ?
അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സൗണ്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഇത് നമ്മൾ നേരത്തെ നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ അറ്റാച്ച് ചെയ്യാം. ഇതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വയർലെസ് ഗോയിൽ നമുക്കൊരു 200 മീറ്ററിൻ്റെ റേഞ്ച് ഉണ്ടായിരുന്നു. നമുക്ക് ഇതിൽ 100 മീറ്ററാക്കി കുറച്ചിട്ടുണ്ട്. അവർ ചെറുതായിട്ട് കോസ്റ്റ് കട്ടിങ് തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വയർലെസ് ഗോനായിട്ടും കുറച്ച് റേറ്റ് കുറവാണ്, ഒരു 5000 രൂപ കുറവാണ്. വയർലെസ് ഗോൻ്റെ സിംഗിൾ എഡീഷനിൽ നമുക്ക് പ്രൈസ് വരുന്നത് ഒരു 22000 രൂപയാണ്. ഇതിനാകുമ്പോൾ നമുക്കൊരു 17,000 നമുക്ക് പ്രൈസ് വരുന്നത്. അപ്പോൾ ആ ചെറിയ കട്ടിങ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൾക്കാർക്കൊന്നും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ എന്തായാലും 100 മീറ്ററൊക്കെ ധാരാളമാണ്. എന്താ വെച്ചാൽ നമ്മൾ 1 കിലോമീറ്റർ അകലൊന്നും പോയിട്ട് എന്തായാലും നമ്മുടെ ക്യാമറയ്ക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് പറയണം കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്യണം. ഹോളി ലാൻഡിൻ്റെ മൈക്കാണോ നല്ലത്, അതുപോലെ തന്നെ റോഡിൻ്റെ മൈക്കാണോ നല്ലതെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്തായാലും നിങ്ങൾ റോഡിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവരുടെ അൽഗോരിതം കുറച്ചുകൂടി ബെറ്ററാണ്, കുറച്ചുകൂടി ഗെയിൻ സിസ്റ്റം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കൂടുതലായിരിക്കും. നമുക്ക് ചില സമയത്ത് നമ്മുടെ ഹോളി ലാൻഡിൻ്റെ മൈക്കിൽ കുറച്ച് പേര് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ക്ലാരിറ്റി പോകുന്നുണ്ട് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് അപ്ഗ്രേഡ് ചെയ്യാൻ തന്നെ വിചാരിച്ചത്. എന്താ വെച്ചാൽ നമ്മൾ റോഡ് വയർലെസ് ഗോൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, വയർലെസ് ഗോൻ്റെ രണ്ട് എഡീഷന് വരുന്നതിന് പ്രൈസ് വരെ 30,000 രൂപയാണ്. അപ്പോൾ ഇതിനാകുമ്പോൾ നമുക്ക് ഈ ഇവിടെ പോയത് നമ്മുടെ ഹോളി ലാൻഡിൻ്റെ മൈക്കാണെങ്കിൽ നമുക്ക് 2 ട്രാൻസ്മിറ്ററിനും റിസീവറിനും കൂടിയിട്ട് 11 രൂപ സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ആ റേഞ്ചിനത് മോശമെന്നല്ല പറയണം. നല്ല ഇപ്പോൾ റേറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് റോഡിന് ഒരു 4.5 റേറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഹോളി ലാൻഡിന് എന്തായാലും ഒരു 4.1 എന്തായാലും റേറ്റിംഗ് കിട്ടും. അത്രയ്ക്കും ക്വാളിറ്റി തരുന്നുണ്ട്. ചൈനീസ് ബ്രാൻഡാണെന്നുള്ളൊരു നെഗറ്റീവ് മാത്രം എനിക്ക് കാണാനുള്ളതിൽ. ഇത് നമുക്കൊരു ഓസ്ട്രേലിയൻ ബ്രാൻഡാണ്. അപ്പോൾ ചൈനീസ് ബ്രാൻഡിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്തായാലും റോഡിലേക്ക് തന്നെ തിരിച്ച് മാറിയിരിക്കുകയാണ്. തിരിച്ചല്ല, റോഡിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് റോഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു നല്ല മൂവ് തന്നെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, റോഡിൻ്റെ ഹൈ എൻഡ് ഡിവൈസ് ആയിരുന്നു നമ്മുടെ റോഡ് വയർലെസ് ഗോ 2 ഒക്കെ. അപ്പോൾ അത് കുറേ പേർക്ക് താങ്ങാൻ പറ്റില്ല, ബഡ്ജറ്റ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കട്ട് വേർഷൻ ഇറക്കിയിട്ട് ഒരു 17 റേഞ്ചിൽ ഇറക്കിയത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണെന്ന് വെച്ചാൽ നോർമൽ ആൾക്കാർക്ക് വാങ്ങിക്കാവുള്ളൂ. പ്രത്യേകിച്ച് ഇത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കണ്ണിൽ വെച്ചിട്ടാണ് ഇത് ഇറക്കിക്കുന്നത് കേട്ടോ. ഈ മോഡലും മീന്ന് ഞാൻ മോഡൽ ഇറക്കിയത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫേസ്ബുക്കിൽ വർക്ക് ചെയ്യുന്നവർക്ക്, യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നവർക്ക്, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ മോഡൽ ഇറക്കിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, വലിയ ബ്രാൻഡ്സൊക്കെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെ കുറേ മോഡൽ ഇറക്കുന്നുണ്ട്. അതേപോലെ റോഡിൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന മോഡലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.